നമ്മുടെ OR-ലെ അടുത്തൊരു സെക്ഷനാണ് തിയറി ഓഫ് ഗെയിംസ് എന്ന് പറയുന്നത്, അതായത് ഗെയിം തിയറി. സോ ഇതിലും ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഗെയിം എന്നുള്ളൊരു കൺസെപ്റ്റും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ സെക്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഗെയിം, ഇവിടെ ഗെയിം ഈസ് ഡിഫൈൻഡ് ആസ് an activity between 2 or more persons involving moves by each person according to a set of rules, at the end of which each person receives some benefit or satisfaction or suffers loss. നമ്മൾ ഗെയിം എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഗെയിം എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. രണ്ടോ അതിൽ കൂടുതലോ പേഴ്സൺസ് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റി. അതിൽ ഓരോ പേഴ്സൺസിന് എന്തുണ്ടായിരിക്കും? മൂവ്സ് ഉണ്ടായിരിക്കും, മൂവുകൾ ഉണ്ടായിരിക്കും. ആ മൂവ്സ് എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു റൂള് ഫോളോ ചെയ്തിട്ടായിരിക്കും. വെറുതെ അല്ലല്ലോ നമ്മൾ എന്ത് ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അത് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഒരു റൂള് പ്രകാരമായിരിക്കും. അറ്റ് ദ എൻഡിൽ എന്തുണ്ടാ, ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ ബെനിഫിറ്റ് സാറ്റിസ്ഫാക്ഷൻ ആവും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇപ്പോൾ രണ്ടുപേരുടെ ഒരു ഗെയിം ആണെങ്കിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ ഒരാൾക്കായിരിക്കും ബെനിഫിറ്റ്, അപ്പം മറ്റാൾക്ക് ലോസ് ആയിരിക്കും. ഇനി 2 or more persons ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേർക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടും, ചിലർക്ക് ലോസ് ആയിരിക്കും. സോ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരോ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതിൽ ഓരോ ആൾക്കാർക്കും ഒരു റൂൾ ഉണ്ടായിരിക്കും, ഓരോ ആൾക്കാർക്കും ഓരോ മൂവ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് മൂവ്സ് ഉണ്ടായിരിക്കും. ആ മൂവ്സ് ഒരു റൂൾ, സെറ്റ് ഓഫ് റൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് അറ്റ് ദ എൻഡിൽ ഓരോരുത്തർക്കും എന്താ പറയുക, ബെനിഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്താ പറയുക, നമ്മുടെ ഗെയിമിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാൻസ് ഓർ സ്ട്രാറ്റജി. അപ്പം അതായത് ഒരു ഗെയിമിൽ മൂവ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് അടുത്ത മൂവ് എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ ചാൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഗെയിം ഓഫ് ചാൻസ് എന്ന് പറയും. ഇനി അത് ഡിറ്റർമൈൻഡ് ബൈ സ്കില്ലാണെങ്കിൽ അത് ഗെയിം ഓഫ് സ്ട്രാറ്റജി ആയിരിക്കും. അതായത് വെറുതെ ചാൻസ് പ്രകാരമാണെങ്കിൽ ഗെയിം ഓഫ് ചാൻസ് ആയി. അതല്ല, നെക്സ്റ്റ് മൂവ് നമ്മളുടെ സ്കില്ലിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന പേഴ്സൺസിൻ്റെ അനുസരിച്ചാണെങ്കിൽ അതെന്തായി? ഗെയിം ഓഫ് സ്ട്രാറ്റജി ആയി. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു ഗെയിമിൽ n പേഴ്സൺസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ n പേഴ്സൺ ഗെയിം എന്നാണ് പറയുക. അതായത് ഒരു ഗെയിമിൽ നമ്പർ ഓഫ് പേഴ്സൺസ് പ്ലേയിങ് എ ഗെയിം എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിനെ n പേഴ്സൺ ഗെയിം. ഇപ്പോൾ 2 പേഴ്സൺ ആണെങ്കിൽ 2 പേഴ്സൺ ഗെയിം എന്ന് പറയും. രണ്ടാളെ കളിക്കുന്നതെങ്കിൽ. രണ്ടാളെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചിലപ്പോൾ 2 ഗ്രൂപ്പ് ആവാം. സോ ഗെയിമിൽ ഒറ്റ ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ നിൽക്കുക. നമ്മളിപ്പോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ, ഗ്രൂപ്പ്സ് ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ നമ്മൾ ഒരൊറ്റ ആളുടെ ആയിട്ടല്ലേ കണക്കാക്കുക. അതുപോലെ തന്നെ ഇവിടെ n പേഴ്സൺ ഗെയിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ n ഗ്രൂപ്പ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. n പേഴ്സൺസ് അല്ലെങ്കിൽ n ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ ആണ് ഒരു ഗെയിമിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് n പേഴ്സൺ ഗെയിം എന്നാണ് പറയാം. ഇനി നമ്പർ ഓഫ് മൂവ്സ്. ഇപ്പോൾ ഈ n പേഴ്സൺ ഗെയിം എന്ന് പറയുമ്പോൾ n പേഴ്സൺസ് ആണ് കളിക്കുന്നുണ്ടാവുക. ആ n പേഴ്സൺസിലും എന്തുണ്ട്? ഓരോരുത്തർക്കും മൂവ്സ് വേണ്ടേ? മൂവുകൾ വേണം. അപ്പോൾ ആ മൂവ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. അതായത് ഓരോരുത്തർക്കും ഉള്ള മൂവ്സ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മൂവ്സ് ഉള്ള ഗെയിം ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൂവ്സ് ഉള്ള ഗെയിം ഉണ്ടായിരിക്കും. ഇനി നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു ഈച്ച് പേഴ്സൺ പെർ മൂവ്. ഇപ്പോൾ ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പേഴ്സൺ ഒരു ചാൻസ് കിട്ടി ഒരു മൂവ് ചെയ്യാനായിട്ട്, ആ മൂവ് ചെയ്യുന്നതിന് ആ പേഴ്സണിലുള്ള ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ചാൻസസ് ഉണ്ടായിരിക്കും. ഇപ്പം എങ്ങനെ വേണേലും മൂവ് ചെയ്യായിരിക്കും. നമുക്ക് ഒരു മൂവ് അടുത്തത് വെക്കണത് നിർബന്ധമായിട്ട് ഇന്ന പോലെ വെക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇഷ്ടമുള്ള മാതിരി ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അതിനും എന്തുണ്ട്? ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാൻസസിനും ഉണ്ടായിരിക്കും. അതായത് ഓരോ പേഴ്സണും ഓരോ മൂവ് വയ്ക്കും. ഓരോ പേഴ്സണും നമുക്ക് മൂവ്സ് ഉണ്ട്. ആ മൂവ്സ് ഫൈനൈറ്റും ഇൻഫിനിറ്റും ആവാം. ഇനി ആ മൂവ്സിൽ തന്നെ ഓരോ മൂവിനും പെർ മൂവിനും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ ചാൻസസ് ഉണ്ട്. എത്ര ചാൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസും മേ ബി ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഇനി ഒരു ഫൈനൈറ്റ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് മൂവ്സ് ആയിരിക്കണം ആൻഡ് ആ ഓരോ മൂവിനും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ ഗെയിമിനെ ഫൈനൈറ്റ് ഗെയിം എന്ന് പറയുന്നത്. എല്ലാ പേഴ്സൺസിനും നമുക്ക് n പേഴ്സൺ ആണ്, ഇപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് ഉള്ളത്. ആ ഓരോ പേഴ്സൺസിനുള്ള നമ്പർ ഓഫ് മൂവ്സും ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഓരോ മൂവിൻ്റെയും ഓൾട്ടർനേറ്റീവ്സും ഫൈനൈറ്റ് ആവുകയാണെങ്കിൽ നമ്മളതിനെ n പേഴ്സൺ ഗെയിം അല്ലെങ്കിൽ ഫൈനൈറ്റ് ഗെയിം എന്ന് പറയും. അതർവൈസ് ഗെയിം എന്താ? ഇൻഫിനിറ്റ് ആണ്. ഈ ഇൻഫർമേഷൻ അവൈലബിൾ ടു പ്ലേയേഴ്സ് അബൌട്ട് ദ പാസ്റ്റ് മൂവ്സ് ഓഫ് അതർ. മനസ്സിലായോ? അതായത്
നമുക്കിപ്പോൾ നമ്മളൊരു മൂവ് വെക്കുമ്പോൾ എന്തൊക്കെയാണ് തൊട്ട് മുന്നത്തെ ആൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് അറിയാം പറ്റുന്ന തരത്തിലുള്ളതുണ്ട്. അതല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ സാധാരണ ഒരു ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ല ആലോചിക്കുക. തൊട്ട് മുന്നത്തെ ആൾ എന്താണ് മൂവ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് ചിലപ്പോൾ നമുക്ക് അറിയുന്ന തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. അതല്ല നമുക്കത് മനസ്സിലാവില്ല എന്നുള്ള തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് പാർഷ്യലി അവൈലബിൾ. ചില ഇൻഫർമേഷൻസ് കിട്ടും, ചിലത് കിട്ടില്ല. അങ്ങനെ 3 കേസസ് ഇതിൽ വരും. അതായത് ഒന്ന് രണ്ട് എക്സ്ട്രീം കേസസ് ആണ്. നോ ഇൻഫർമേഷൻ അറ്റ് ഓൾ. മുന്നത്തെ ആളെ എന്താണ് മൂവ് ചെയ്തതെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല. രണ്ടാമത്തത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ. രണ്ടാമത്തെ ചാൻസ് എക്സ്ട്രീം കേസസ് എന്ന് പറയുന്നത് മുന്നത്തെ ആള് ചെയ്ത മൂവ് അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പ്ലെയർ അല്ലെങ്കിൽ മുന്നത്തെ പ്ലെയേഴ്സ് ചെയ്ത മൂവ്സിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു there can be cases in which information is partially available. Partially available ആയിട്ടുള്ള കേസസ് വരും. ഈ 3 കേസസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏത് വേണേലും വരാം കേട്ടോ. ഇനിയാണ് പേ ഓഫ്. ഈ പേ ഓഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഗെയിം ഒരു പേഴ്സണ് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ നമ്മൾ അളക്കുകയാണെങ്കിൽ അതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അറ്റ് ദ എൻഡ് ഓഫ് ദി ഗെയിം ഒരാൾ ഇപ്പോൾ 2 പേര് തമ്മിലാണെങ്കിൽ കുറച്ച് പേര് തമ്മിലാണെങ്കിൽ ജയിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. അവർക്ക് എന്ത് കിട്ടും? ഒരു സാറ്റിസ്ഫാക്ഷനും ലോസും ഉണ്ടാവും 2 പേർക്കും. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനെ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. അതായത് ഒരളവ്. സോ അതെന്തായിരിക്കും? നമ്മൾ ഗെയിമിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വാരിയബിൾസ്, നമ്മളിവിടെ ഇതിലേക്ക് വരുമ്പോൾ വാരിയബിൾസ് ആണ് ഗെയിമിൽ ഇൻക്ലൂഡ് ആവുന്നത്. ആ ഗെയിമിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വാരിയബിൾസിലുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണിത് ഈ പേ ഓഫ് എന്ന് പറയുന്നത്. ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ, അതാണ് പേ ഓഫ്. സോ അത് ആർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക? സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു പേഴ്സണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ ഗെയിം കഴിയുമ്പോൾ. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. സോ അതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ n പ്ലെയേഴ്സ് ഉള്ളതെന്ന് വിചാരിക്കാം. ആ n പ്ലെയേഴ്സിനും എന്തുണ്ട്? പേ ഓഫ് ഉണ്ട്. അതായത് ഇപ്പോൾ ജയിച്ച ആൾക്കെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ എന്താണ് അവർക്ക് കിട്ടിയ ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ലോസ്, അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണല്ലോ ഈ പേ ഓഫ് എന്ന് പറയുന്നത്. സോ കളിച്ച എല്ലാവർക്കും എന്തുണ്ട്? പേ ഓഫ് ഉണ്ട്. സോ ക്യാപിറ്റൽ PI ആണ് നമ്മുടെ പേഴ്സൺ എന്ന് വിചാരിക്കുക. അതായത് n പേഴ്സൺ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ P1, ക്യാപിറ്റൽ P2, ക്യാപിറ്റൽ PN, അങ്ങനെ n പേഴ്സൺസ് നമുക്കുള്ളതെങ്കിൽ ഓരോ പേഴ്സണും കിട്ടുന്ന പേ ഓഫിന് നമ്മൾ സ്മോൾ PI ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുക. P1ന് കിട്ടുന്നത് സ്മോൾ P1, P2ന് കിട്ടുന്നത് സ്മോൾ P2, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദെൻ സമ്മേഷൻ i equal to 1 to n pi, അതായത് ഇവർക്ക് എല്ലാവർക്കും കൂടി കിട്ടുന്ന പേ ഓഫിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ സീറോ സം ഗെയിം എന്നാണ് പറയുക. സോ ചിലർക്ക് നെഗറ്റീവ് ആവും കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടാണല്ലോ സം എടുക്കുമ്പോൾ 0 കിട്ടുന്നത്. സോ ലോസ് കിട്ടുന്നവർക്ക് ചിലപ്പോൾ പേ ഓഫ് നെഗറ്റീവ് ആവും, ജയിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവർക്ക് പേ ഓഫ് പോസിറ്റീവ് ആവാം. ഇങ്ങനെ n പേഴ്സൺ ഗെയിം ഉണ്ടെങ്കിൽ n ആൾക്കാർക്കും പേ ഓഫ് കിട്ടും. ആ n ആൾക്കാർക്ക് കിട്ടുന്ന പേ ഓഫുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം ആണ് എന്ന് പറയാം. സോ ഈ പേ ഓഫ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് മീൻസ് ഇതാണ് നമ്മൾ ഇനി അവസാനം പ്രോബ്ലത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പേ ഓഫ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് വരുന്നത്. സോ പേ ഓഫ് ശ്രദ്ധിക്കണം. n പേഴ്സൺ ഗെയിം ആണുള്ളതെങ്കിൽ ഓരോരുത്തർക്കും P1, P2 എന്ന് പറഞ്ഞിട്ട് PN വരെ നമുക്ക് പേഴ്സൺസ് ഉണ്ട് കളിക്കുന്നവർ. ആ ഓരോരുത്തർക്കും എന്ത് കിട്ടുന്നുണ്ട്? പേ ഓഫ് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ സ്മോൾ P1, P2 എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം സമ്മ് നോക്കാം. ആ സമ്മ് 0 ആണെങ്കിൽ നമ്മൾ അതിനെ സീറോ സം ഗെയിം എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇത്രയും ആണ് നമുക്ക് ഈ തിയറി ഓഫ് ഗെയിംസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതായത് എന്താണ് ഗെയിം എന്നും അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം. ഗെയിം എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ നോർമൽ ഒരു ഇത് വെച്ച് പഠിക്കുക. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൽ പേ ഓഫും കാര്യങ്ങളൊക്കെ കൃത്യം എന്താ പറയുക ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്രയാണ് ഇതിലുള്ളത് കേട്ടോ.